പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി തിരുവചനത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. വിശുദ്ധ കുർബാനയുടെ മുൻകുറികൾ, വിശുദ്ധ കുർബാന എന്തുകൊണ്ട് നമുക്കൊരു അനുഭവമായി തീരുന്നില്ല എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ കുർബാനയിലെ മുദ്രകൾ അഥവാ അടയാളങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു സ്ഥാപിച്ച് നമുക്ക് നൽകുകയും അത് വിശുദ്ധ പിതാക്കന്മാരാൽ ക്രമീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള വിശുദ്ധ കുർബാന എന്ന ആരാധനയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന മുദ്ര കുരിശടയാളം തന്നെയാണ്. വിശുദ്ധ മാമോദീസായിലും അതുപോലെ വിവാഹശുശ്രൂഷയിലെ കിരീടവാഴ്വിലും വിശുദ്ധ കുർബാനയുടെ അപ്പവീഞ്ഞുകളെ വാഴ്ത്തുമ്പോഴും മറ്റ് ഏതാനും ചില മുദ്രകൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും അവയെല്ലാം ഏറെക്കുറെ രഹസ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. വൈദികരുടെ ശവസംസ്കാര ശുശ്രൂഷയിലും ഒരു പ്രത്യേക മുദ്ര ഉപയോഗിക്കുന്നുണ്ട്. ഉദാശകളിൽ ഉപയോഗിക്കുന്ന ഈ മുദ്രകളൊക്കെ പുരോഹിതന്മാർക്ക് മൽപ്പാന്മാരിൽ നിന്ന് അതുപോലെ വാമൊഴിയായും നൽകപ്പെട്ടിട്ടുള്ള മുദ്രകളാണ്. എന്നാൽ പരസ്യമായി വിശുദ്ധ കുർബാന ഉപയോഗിക്കുന്ന മുദ്ര അല്ലെങ്കിൽ അടയാളം എന്ന് പറയുന്നത് വിശുദ്ധ സ്ലീബായാണ്. വിശുദ്ധ സ്ലീബായുടെ അടയാളത്താലാണ് എല്ലാ മുദ്രകളും പൂർത്തീകരിക്കുന്നത്. നമുക്കറിയാം, ഭവനകൂദാശയുടെ സമയത്ത് കട്ടിലപ്പടിമേൽ വിശുദ്ധ സ്ലീബ വരച്ചുകൊണ്ടാണ് അതിനെ കൂദാശിച്ചത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ സ്ലീബ അടയാളത്തിൽ മുദ്രകുത്തപ്പെടുന്ന ഈ ഭവനം വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്നാണ് പുരോഹിതൻ പ്രാർത്ഥിക്കുകയും സ്ലീബ അടയാളം വരയ്ക്കുകയും ചെയ്യുന്നത്. വിശുദ്ധ കുർബാനയിലും പ്രധാനമായി ഉപയോഗിക്കുന്ന മുദ്ര സ്ലീബ എന്നുള്ളതാണ്. സ്ലീബ പെരുന്നാളിന് ശേഷമുള്ള ഞായറാഴ്ചകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്ലീബ എന്ന അടയാളം എങ്ങനെയാണ് സഭയിൽ ഉപയോഗിക്കപ്പെട്ടത്, കുദാശകളിൽ അത് ഉപയോഗിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് വളരെ ചുരുക്കമായിട്ട് ചിന്തിക്കാനാണ് ഇന്ന് നമ്മൾ വിചാരിക്കുന്നത്. നമുക്കറിയാം, ചരിത്രപരമായിട്ട് ക്രിസ്തബ്ദം 312 കുസ്തന്തീനോസ് ചക്രവർത്തി റോമയിലെ ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ആഭ്യന്തര കലാപത്തിൽ യുദ്ധത്തിൽ പരാജയം നേരിട്ടു. അങ്ങനെ പരാജയപ്പെട്ട കുസ്തന്തീനോസ് ചക്രവർത്തി, അദ്ദേഹം ഒരു വിജാതീയനായിരുന്നു. അദ്ദേഹം അന്യദൈവന്മാരോട്, അവരുടേതായ ദേവന്മാരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് സ്ലീബായുടെ അടയാളത്താൽ നിനക്ക് യുദ്ധത്തിൽ ജയിക്കാൻ കഴിയും എന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യുദ്ധസാമഗ്രികളിലും അതുപോലെ പതാകയിലും സ്ലീബ എന്ന അടയാളം, ദൂതൻ കാണിച്ചു കൊടുത്ത സ്ലീബ എന്ന അടയാളം വരച്ചു വയ്ക്കുകയും അങ്ങനെ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് വിശ്വാസം വർദ്ധിച്ചു. അദ്ദേഹം ക്രിസ്തുമതത്തിൻ്റെ അനുയായിയായി തീർന്നു. റോമായിലും മറ്റ് പലയിടങ്ങളിലും അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ദൈവാലയങ്ങൾ സ്ഥാപിക്കാനായിട്ട് ഇടയായി തീർന്നു. AD 313 ആണ് അദ്ദേഹം ദേവാലയങ്ങൾ പണിതത്. AD 323 കുസ്തന്തീനോസ് ചക്രവർത്തി മാമോദീസ സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് AD 326 ചക്രവർത്തിയുടെ മാതാവ് ഹെലേനി രാജ്ഞി ഇതാ തൻ്റെ 80ാമത്തെ വയസ്സിൽ യെരുശലേമിലേക്ക് ഒരു ദർശനത്തിൽ അറിയിപ്പ് കിട്ടിയത് പ്രകാരം അവർ യെരുശലേമിലേക്ക് പോവുകയും കർത്താവിൻ്റെ കുരിശ് കണ്ടെടുക്കുകയും ചെയ്തു. 3 കുരിശുകൾ കണ്ടെടുത്തു. അതിൽ കർത്താവിൻ്റെ കുരിശ് സ്പർശിച്ചപ്പോൾ ഒരു മർദ്ദനായ മനുഷ്യൻ, മരിച്ചുപോയൊരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അത് കർത്താവിൻ്റെ ക്രൂശാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയാണ് കുരിശിനെ ഒരു ആരാധനാപാത്രമായിട്ട് അല്ലെങ്കിൽ പ്രത്യേകമായി വന്ദിക്കുന്ന ഒരു അടയാളമായിട്ട് ആരാധനകളിലും കൂദാശകളിലും എല്ലാം ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ക്രിസ്തീയ സഭയുടെ ഒരു ഐക്കൺ എന്നുള്ള നിലയ്ക്ക് അപ്പസ്തോലിക സഭകളെല്ലാം തന്നെ കുരിശിനെ ഒരു അടയാളമായി, മുദ്രയായി സ്വീകരിച്ചിരിക്കുന്നു. കുരിശിന് ഭൂതകാലത്തിലും അതുപോലെ വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ചില സൂചനകൾ സുറിയാനി പിതാക്കന്മാർ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തേത്, സുറിയാനി പിതാക്കന്മാർ പറയുന്നത് ഏദനിൽ ഉണ്ടായിരുന്ന ജീവവൃക്ഷം അത് കുരിശിൻ്റെ ഒരു മുൻകുറിയായിരുന്നു എന്നാണ്. അതുപോലെ യാക്കോബിനെ അനുഗ്രഹിക്കുമ്പോൾ കൈകൾ പിണച്ചു പിടിച്ചാണ് അനുഗ്രഹം യാക്കോബ് സ്വീകരിച്ചത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ മോശയുടെ വടി, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് മോശയ്ക്ക് നൽകപ്പെട്ട ആ വടി അത് കുരിശിൻ്റെ ഒരു മുൻകുറിയായിരുന്നു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻകുറിയായിട്ടാണ് പിച്ചള സർപ്പത്തെ ഉയർത്തുന്നുണ്ട്. കർത്താവ് തന്നെയും പറയുന്നുണ്ട്, മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ
ഇതാ ഭൂമിയുടെ നെറുകയിൽ ഉയർത്തപ്പെടും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുരിശുമരണത്തെ, പിച്ചള സർപ്പത്തെ ഉയർത്തിയതിനോട് കർത്താവ് തന്നെയും സാമ്യപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഉദാഹരിക്കുന്നുണ്ട്. അതുകൊണ്ട് പിച്ചള സർപ്പം, മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം, ആ പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ സർപ്പദംശനമേറ്റവർ സൗഖ്യം പ്രാപിച്ചു. അത് തീർച്ചയായിട്ടും കുരിശിൻ്റെ ഒരു മുൻകുറി തന്നെയായിരുന്നു. വീണ്ടും ദാവീദ് ഉപയോഗിച്ച കല്ലും കവണിയും അത് കുരിശിൻ്റെ ഒരു മുൻകുറിയായിട്ട് പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വർത്തമാനകാലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ ഒരു നിമിത്തമെന്നോണം കുരിശിൽ തറച്ച് കൊല്ലുന്നതിന് യഹൂദന്മാർ ഇടയായിത്തീർന്നു. അങ്ങനെയാണെങ്കിൽ ഈ കുരിശ് തീർച്ചയായിട്ടും കർത്താവിൻ്റെ രക്ഷാകരമായ കുരിശ് എന്നാണ് നമ്മൾ പറയുന്നത്. രക്ഷയെ പ്രദാനം ചെയ്യുവാനായിട്ട് കുരിശിൽ കയറി മരിച്ചു. ആ കുരിശുമരണത്തിലൂടെയാണ് മാനവരാശിയുടെ പാപമോചനത്തിന് കാരണമായിത്തീരുന്നത്. ഈ പഴയ നിയമത്തിൻ്റെ സൂചനകളെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ വർത്തമാനകാലത്തിൽ കുരിശ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കർത്താവ് നമുക്ക് വേണ്ടി പാടുപീടുകൾ ഏറ്റുകയും കുരിശിൽ മരിക്കുകയും ചെയ്തു. ആ കുരിശിനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. കുരിശിനെ ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തിയെ, അവൻ്റെ പീഡാസഹനങ്ങളെയും അവൻ്റെ മരണത്തെയും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും രണ്ടാമത്തെ വരവിനെയും നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. അങ്ങനെ വർത്തമാനകാലത്തിൽ കുരിശ് ഇതാ സാത്താനെ പരാജയപ്പെടുത്തുവാനുള്ള ഒരു അടയാളമായി ഉപയോഗിക്കുന്നു. സാത്താൻ കുരിശ് കാണുമ്പോൾ രക്ഷാകരമായ പ്രവൃത്തിയാണ് അവൻ്റെ മനസ്സിലേക്കും വരുന്നത്. അതുകൊണ്ട് കർത്താവിനെ ക്രൂശിച്ചതിന് ശേഷം കുരിശ് ഇതാ പിശാചിന് ഭീതിജനകമായ ഒരു കാര്യമായി തീർന്നിരിക്കുന്നു. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ടാണ് പിശാചിൻ്റെ തലയെ തകർത്തത്. അപ്പോൾ കുരിശ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാ ഒരുപാട് കാര്യങ്ങൾ കുരിശ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ടാണ് ഇതാ തൻ്റെ മൊഴികൾ പറഞ്ഞത്, അന്ത്യമൊഴികൾ കുരിശിൽ കിടന്നുകൊണ്ടാണ് പറഞ്ഞത്. അവയെല്ലാം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് കുരിശ് സഹായിക്കുന്നു. കുരിശ് ക്ഷമയുടെ ഒരു പ്രതീകമായിട്ടാണ് ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് പലരും പറയുന്നത്, ക്ഷമിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതൊരു കുരിശാണ് എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. ഒരു പഴമൊഴിയായിട്ട് തന്നെ അത് രൂപം കൊള്ളുന്നുണ്ട്. അപ്പോൾ കുരിശ് തീർച്ചയായിട്ടും ക്ഷമിക്കാനുള്ള പ്രചോദനം നമുക്ക് തരുന്നുണ്ട്. ആരെല്ലാം കുരിശിനെ ധ്യാനിക്കുന്നുവോ അവരെല്ലാം യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് ക്ഷമിച്ചതിനെയാണ് ഓർക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ക്ഷമിക്കാനായിട്ട് അത് പ്രേരണ നൽകുന്നു. കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ക്ഷമിക്കാനായിട്ട് നമുക്ക് ലഭിച്ച അവസരങ്ങളെ, ക്ഷമിക്കാനായിട്ട് നമുക്ക് ലഭിച്ച ആ സന്ദർഭങ്ങളെയെല്ലാം ചേർത്ത് വയ്ക്കാനും കർത്താവ് കുരിശിൽ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനും നമുക്ക് അത് കാരണമായിത്തീരുന്നു. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നത് അതിന് ഒരു കുരിശ് എന്നാണ്. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ലോകം മുഴുവനും അങ്ങനെയാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഇതാ കുരിശ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവ് നമുക്ക് വേണ്ടി പാടുപീടുകളേറ്റു, കുരിശിൽ പാടുപീടുകളേറ്റു എന്നതിനെയാണ്. അപ്പോൾ ഇതാ കുരിശിൽ കിടക്കുന്ന യേശുവിനെ, കുരിശിനെ ധ്യാനിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും പ്രയാസങ്ങളുമൊക്കെ കുരിശിനോടാണ് നമ്മൾ ചേർത്ത് വയ്ക്കുക. കർത്താവ് എപ്രകാരമാണോ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളെ ഏറ്റെടുത്തത്, അതുപോലെ നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളെ ഏറ്റെടുക്കാനായിട്ട് കുരിശ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വീണ്ടും കുരിശിൽ കിടന്നുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശത്രുക്കളെ അനുഗ്രഹിക്കുകയും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നമ്മൾ കുരിശ് കാണുമ്പോൾ, കുരിശിനെ ധ്യാനിക്കുമ്പോൾ ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ അനുഗ്രഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കുരിശ് നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും, കർത്താവ് തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതും ക്രൂശിൽ കിടന്നുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് അനുരഞ്ജനമെന്ന കൂദാശയിലേക്ക് കടന്നു വരാൻ കുരിശ് കാരണമായിത്തീരുന്നു. വീണ്ടും നമുക്കറിയാം, താൻ ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനും തൻ്റെ അമ്മയായ മറിയയും കുരിശിൻ ചുവട്ടിലുണ്ടായിരുന്നു. ആ കുരിശിൽ കിടന്നുകൊണ്ടാണ് കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു അമ്മയോട് പറഞ്ഞു, യോഹന്നാനെ ചൂണ്ടിക്കൊണ്ട് ഇതാ നിൻ്റെ മകൻ എന്ന്. യോഹന്നാനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ എന്ന്. അപ്പോൾ ഇവിടെ ഈ യോഹന്നാൻ എല്ലാ ശിഷ്യന്മാരെയും, ക്രിസ്തുവിൻ്റെ എല്ലാ കാലത്തുമുള്ള ശിഷ്യന്മാരെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്കെല്ലാം പരിശുദ്ധ അമ്മ മാതാവായി തീർന്നു. അങ്ങനെ ലോകമാതാവായിട്ട് അമ്മ തീർന്നത് കുരിശിൽ കിടന്നുകൊണ്ടാണ്. അതുകൊണ്ട് കുരിശിനെ ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ധ്യാനിക്കുന്ന രണ്ട് പേരുണ്ട്. അത് ഒന്ന് പരിശുദ്ധ കന്യകാമറിയം അമ്മയും മറ്റൊന്ന് യോഹന്നാനുമാണ്. നമുക്കറിയാം, ഈ രണ്ട് പേരുടെയും ജീവിതത്തിൽ ഉണ്ടായ വളരെ മനോഹരമായൊരു സന്ദർഭമായിരുന്നു അത്. യേശു ക്രിസ്തു യോഹന്നാന് തൻ്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തു.
അതുപോലെ അമ്മയ്ക്ക് മകനെയും ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോടും ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോടും യേശു കുരിശിൽ കിടന്നുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കുരിശ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞ എല്ലാ മൊഴികളും, അന്ത്യമൊഴികളെല്ലാം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മാനവരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരിച്ചു എന്ന് ധ്യാനിക്കുവാനായിട്ട് ഏറ്റവും പറ്റിയ അവിടെ അടയാളം, ഒരു ഐക്കൺ, അത് വിശുദ്ധ കുരിശാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ കുരിശടയാളം വരച്ചുകൊണ്ടാണ് അപ്പവീഞ്ഞുകളെ വാഴ്ത്തുന്നുണ്ട്. അതുപോലെ വിശുദ്ധ ജനത്തെ ആശീർവദിക്കുന്നുണ്ട്. പുരോഹിതൻ നൽകുന്ന എല്ലാ ആശീർവാദങ്ങളിലും വിശുദ്ധ കുരിശാണ് അടയാളമായിട്ട്, മുദ്രയായിട്ട് നൽകുന്നത്. വിശുദ്ധ മാമോദിസായുടെ റൂഷ്മായിലും കുരിശാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുരിശ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കൂദാശകളെയും വിശുദ്ധ കുരിശ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാമോദിസായിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായി കുരിശടയാളത്താൽ മുദ്രകുത്തുന്നു. അതുപോലെ വിശുദ്ധ കുർബാനയിൽ കുരിശടയാളം കൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കുന്നു. അതുപോലെ എല്ലാ 7 കൂദാശകളിലും കുരിശടയാളമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ ഭവനം കൂദാശ ചെയ്യുമ്പോഴും കട്ടിടപ്പടിമേൽ കുരിശടയാളം വരയ്ക്കുന്നു. അപ്പോൾ കുരിശ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ കൂദാശകളുടെയും റൂഷ്മ എന്ന നിലയിൽ കുരിശ് നമ്മളെ കൂദാശകളെക്കുറിച്ച് ജാഗ്രതയുള്ളവരാകുന്നു. കൂദാശകളിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കാൻ വിശുദ്ധ കുരിശിന് സാധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ഭാവി കാലത്തിൽ ഈ കുരിശ് ഒരു സൂചന സുറിയാനി പിതാക്കന്മാർ കൽപ്പിച്ചു തരുന്നുണ്ട്. അത് ആകാശത്ത് കാണപ്പെടാൻ പോകുന്ന അടയാളം അത് കുരിശായിരിക്കും എന്നാണ് പിതാക്കന്മാർ നമ്മളെ സൂചിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യകാലത്ത് സംഭവിക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും എന്ന്. എന്തായിരിക്കും മനുഷ്യപുത്രത്തിൻ്റെ അടയാളം അല്ലെങ്കിൽ ആ മുദ്ര എന്ന് പറയുന്നത്? അത് തീർച്ചയായിട്ടും കുരിശടയാളമായിരിക്കും എന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കുരിശ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കുരിശിൻ്റെ ഭാവികാല വിചിന്തനമെന്ന് പറയുന്നത് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ആണ്. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ 15-16 വാക്യങ്ങളിലെല്ലാം മനോഹരമായ മറ്റൊരു സന്ദർഭം നമ്മൾ കാണുന്നുണ്ട്. കായീൻ ആബേലിനെ വധിച്ചു കഴിഞ്ഞപ്പോൾ, കൊന്നു കഴിഞ്ഞപ്പോൾ അവന് ഒളിച്ചു പോകാനായിട്ട് പോകുന്നു. അപ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ജനങ്ങൾ കണ്ടാൽ അവരെ എന്നെ കൊന്നുകളയും എന്ന്. അപ്പോൾ കായീൻ്റെ മേൽ ദൈവം ഒരു മുദ്രയിട്ടു. ഈ മുദ്ര അവൻ്റെ മേലുള്ളതുകൊണ്ട് അവനെ ആരും കൊല്ലുകയില്ല എന്ന് ദൈവം പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുദ്രയിടുക, അടയാളമിടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ യഹോവയായ ദൈവം ചെയ്തൊരു കാര്യമാണ്. ഇന്ന് പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു അടയാളമാണ് വിശുദ്ധ കുരിശിൻ്റെ അടയാളം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് കായൻ്റെ മേൽ ദൈവം പതിപ്പിച്ച മുദ്ര, വിശുദ്ധ കുരിശിൻ്റെ അടയാളം, ഇന്ന് തകർക്കപ്പെട്ട ശക്തിയായ പൈശാചിക പീഡയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ ശക്തിയുള്ളതാണ്. നമ്മളെ തന്നെ കുരിശ് വരച്ചുകൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ പുരോഹിതൻ നമ്മുടെ നെറ്റിമേൽ കുരിശ് വരയ്ക്കുന്നു. അതുപോലെ നമ്മുടെ വീടിൻ്റെ കട്ടിലപ്പടിമേൽ കുരിശ് വരയ്ക്കുന്നു. എല്ലാ കൂദാശകളിലും കുരിശടയാളം ഉപയോഗിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ കുരിശ് എന്ന അടയാളം വരച്ചുകൊണ്ട് നമ്മളെ ആശീർവദിക്കുന്നു. ഇവയെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട്, ഒരു വിശ്വാസിക്ക് തന്നെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് കുരിശ് വരയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇത് തീർച്ചയായിട്ടും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു അടയാളമാണ്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക പീഡ അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് കുരിശ് വരയ്ക്കാനായിട്ട് സാധിക്കും. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുന്നതും കുരിശ് വരച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ചരിത്രപരമായും അതുപോലെ വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും കുരിശ് ഒരു അടയാളമായി, മുദ്രയായി ഉപയോഗിക്കപ്പെടുന്നു. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മൾ കുരിശിൽ പ്രശംസിക്കുന്നവരാണ്. നമുക്കറിയാം, യഹൂദന്മാർ അവരുടെ ന്യായപ്രമാണത്തിൽ പ്രശംസിച്ചിരുന്നു, അവരുടെ ദേവാലയത്തിൽ അവർ പ്രശംസിച്ചിരുന്നു. എന്നാൽ ആ കാലങ്ങളിലുണ്ടായിരുന്ന അന്യ ദൈവ ആരാധനകളിലൊക്കെ പലതരത്തിലുള്ള മുദ്രകളും അടയാളങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ക്രൂശിൽ ബലിയായി തീർന്നുകൊണ്ട് ക്രൂശിന് മുമ്പുണ്ടായിരുന്ന, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന എല്ലാ അടയാളങ്ങളെയും മുദ്രകളെയും മായ്ച്ചു കളഞ്ഞു. കുരിശിലവൻ നിർവീര്യമാക്കി കളഞ്ഞു. ഇനി ന്യായപ്രമാണത്തിലോ ദൈവാലയത്തിലോ അല്ല നമ്മൾ പ്രശംസിക്കുന്നത് കുരിശിലാണ്. അതുകൊണ്ടാണ് ഇതാ പൗലോസ്ലീഹ പറയുന്നുണ്ട്, കുരിശിലല്ലാതെ എനിക്ക് പ്രശംസിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ഗലാത്യർക്ക് ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
അതുകൊണ്ട് നമുക്ക് പ്രശംസിക്കാനുള്ളത് കുരിശിലാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള കുരിശുകൾ, സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതിനെ നമ്മൾ പ്രശംസിക്കുകയാണ്. ആ സഹനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് നമുക്ക് ചേർത്ത് വയ്ക്കാനുള്ളതും അത് കൃപയായി മാറ്റാനുള്ളതുമാണ്. അതുകൊണ്ട് അത് പ്രശംസാർഹമായ ഒരു കാര്യമാണ്. വീണ്ടും നമ്മൾ മനസ്സിലാക്കുക, കുരിശിൽ നമ്മൾ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ കുരിശ് ക്ഷമയുടെ പ്രതീകമാണ്. ക്ഷമിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അത് യേശുക്രിസ്തുവിൻ്റെ കുരിശിനെ പ്രതിയാണ് നമ്മൾ ക്ഷമിക്കുന്നതെങ്കിൽ അതിൻ്റെ രക്ഷാകരമായൊരു മൂല്യമുണ്ട്. അത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്ന, അല്ലെങ്കിൽ കൃപയെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്ന ഒരു അനുഭവമായിട്ട് മാറും. എല്ലാ കുരിശുകളും കൃപയായി മാറുന്നു എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും ശത്രുക്കളെ അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അത് കുരിശിനെ പ്രതിയാണ് നമ്മൾ ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ നമ്മൾ പ്രശംസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളെ അനുഗ്രഹിക്കാനും ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ കുരിശിൽ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രശംസ കുരിശിലാണ് എന്ന്, കുരിശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കാൻ ഇടവരരുത് എന്ന് പൗലോസ്ലീഹ പറയുന്നത് ഈ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക. വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കുരിശ് വലിയൊരു പ്രത്യാശ നൽകുന്ന അടയാളമാണ്. നമ്മൾ നേരത്തെ കാണുകയുണ്ടായി, ശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ഇതാ മധ്യാകാശത്ത് കുരിശ് എന്ന അടയാളം ഉണ്ടാകുമെന്ന്. അങ്ങനെയാണെങ്കിൽ കുരിശ് നമുക്ക് നൽകുന്ന പ്രത്യാശ എന്താണ്? നമ്മൾ ഈ ലോക ജീവിതം വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും മധ്യാകാശത്ത് കുരിശടയാളം കാണുമ്പോൾ അവനിലേക്ക് പറന്നുയരുവാനായിട്ട് തേജസ്കരിക്കപ്പെട്ടൊരു ശരീരം നമുക്ക് നൽകും എന്ന സൂചനയാണ്. ഏദൻ പർദീസായിൽ ജീവവൃക്ഷം സ്ഥാപിക്കപ്പെട്ടിരുന്നു. നമുക്കറിയാം, ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കാനായിട്ട് ആദ്യ മാതാപിതാക്കൾക്ക് സാധിച്ചില്ല. എന്നാൽ വിശുദ്ധ കുർബാനയിലൂടെ ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലമാണ് കർത്താവിൻ്റെ തിരുശരീരക്തങ്ങളായിട്ട് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് കുരിശ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ജീവവൃക്ഷത്തിൻ്റെ ഫലം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആദ്യ മാതാപിതാക്കൾക്ക്, ഇതാ അവരുടെ വംശപരമ്പരകൾക്ക്, മാനവരാശിക്ക് മുഴുവൻ യേശുക്രിസ്തു തൻ്റെ തിരുശരീരത്തെ വിഭജിച്ച് നൽകിക്കൊണ്ട് ഇതാ രക്ഷ പ്രദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കുക, വിശുദ്ധ കുർബാനയിലൂടെ നാം പ്രാപിക്കുന്ന രക്ഷയെ വിശുദ്ധ കുരിശ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ കുരിശടയാളം നമുക്ക് രക്ഷ നൽകുന്ന ഒരു മുദ്രയായി നമ്മുടെ ജീവിതത്തിലേക്ക് ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതാ ഈ ഐക്കൺ അല്ലെങ്കിൽ ഈ മുദ്ര, അത് നമ്മുടെ ജീവിതത്തിലെ പരിജ്ഞാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുരിശിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതൊരു വിഗ്രഹമല്ല, അത് പരിജ്ഞാനത്തിൻ്റെ ഒരു അടയാളമാണ്. അതാണല്ലോ ഇതാ നമ്മൾ പഴയ നിയമത്തിലെ ചില മുദ്രകളെ കാണുകയുണ്ടായി. കായൻ്റെ മേൽ ദൈവം ഒരു മുദ്രയിട്ടു, അതൊരു വിഗ്രഹമല്ല, അത് ദൈവം ചാർത്തിയ ഒരടയാളമാണ്, മുദ്രയാണ്. അതുപോലെ ഇതാ സർപ്പത്തിൻ്റെ കടിയേറ്റ പഴയ നിയമ ഇസ്രായേലിന് രക്ഷ കൊടുക്കാൻ വേണ്ടി ദൈവം മോശയോട് പറഞ്ഞു, നീ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അത് പാളയത്തിൻ്റെ മധ്യത്തിൽ ഉയർത്തുക, ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന്. അതൊരു മുദ്രയായിരുന്നു, അതൊരു അടയാളമായിരുന്നു. ഇതിനെ സാധൂകരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തു പറഞ്ഞു, പിച്ചള സർപ്പത്തെ മോശ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടാൻ പോകുന്നു എന്ന്. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ ബലിയായിത്തീർന്നു. ആ ബലി കുരിശിലാണ് സംഭവിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ദൈവം മാനവരാശിക്ക് നൽകിയ ഒരു മുദ്രയാണ്. ആ കുരിശിലൂടെയാണ് നമ്മൾ രക്ഷ പ്രാപിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് ഭരണം നമുക്ക് രക്ഷയെ പ്രദാനം ചെയ്തു. എന്താണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് നമ്മോട് പറയുന്നത്? ഈ കുരിശിൽ യേശുക്രിസ്തു ബലിയായി തീർന്ന മുഖാന്തരമായി ആ ക്രൂശിനെ ആരെല്ലാം അഭയം ചൊല്ലുന്നുവോ അവരുടെ എല്ലാം പാപങ്ങൾ ദൈവം മോചിച്ചു കളയുന്നു. കർത്താവിൻ്റെ ക്രൂശിനെ പ്രതിയാണ് നമ്മുടെ പാപങ്ങൾ അവിടുന്ന് മോചിച്ചിരിക്കുന്നത്. വീണ്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, പൈശാചിക പീഡയിൽ നിന്ന് നമ്മളെ മോചനം നേടാനായിട്ട് കർത്താവിൻ്റെ കുരിശ് ഒരു മുഖാന്തരമായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഈ മുദ്ര പൈശാചിക ശക്തികളെ പരാജയപ്പെടുത്തുന്ന ഒന്നാണ്. വീണ്ടും നമ്മുടെ മരണത്തിൽ കുരിശിനെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത്, കുരിശടയാളം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൽ ഭദ്രരായവർ എന്ന് പറഞ്ഞാൽ അവർക്ക് നിത്യജീവൻ്റെ പ്രത്യാശയുണ്ട്. അവർ മരിച്ചു കഴിഞ്ഞാൽ ദൈവം കൽപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് ആത്മാവ് മാറ്റപ്പെടുന്നു. പിന്നീട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഇതാ അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ കർത്താവിൻ്റെ കുരിശ് നമുക്ക് പാപമോചനത്തിൻ്റെ അടയാളമാണ്. പൈശാചിക പീഡയിൽ നിന്നുള്ള രക്ഷ ആ കുരിശ് പ്രദാനം ചെയ്യുന്നു. മരണശേഷമുള്ള നിത്യജീവനെ അത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ മുദ്രിതരായിരിക്കുന്ന നമുക്ക്
വിശുദ്ധ മാമോദീസായുടെ റൂഷ്മയാൽ മുദ്രരായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് രക്ഷാകരമായ ഒരനുഭവമാണ്. വിശുദ്ധ കുർബാനയിൽ 3 ആശീർവാദങ്ങളും വിശുദ്ധ കുരിശിൻ്റെ മുദ്ര കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. അവസാനത്തെ ആശീർവാദമാകുന്ന സമാപന ആശീർവാദത്തിൽ പുരോഹിതൻ പറയുന്നുണ്ട്, ഇതാ വിശുദ്ധ കുരിശടയാളത്താൽ രക്ഷിക്കപ്പെട്ടവരെ എന്നാണ് വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിൽ പുരോഹിതൻ വിശ്വാസികളെ സംബോധന ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു സംബോധനയാണ് വിശുദ്ധ മാമോദീസായുടെ റൂഷ്മയാൽ മുദ്രയിടപ്പെട്ടവരെ എന്ന്. അപ്പം വിശുദ്ധ ജീവകരമായ വിശുദ്ധ കുരിശിനാൽ രക്ഷിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ജനത്തെ ആശീർവദിക്കുന്നു. മാമോദീസായുടെ റൂഷ്മയാൽ മുദ്രിതരായവരെ എന്ന് പറഞ്ഞുകൊണ്ടും ആശീർവദിക്കുന്നു. മാമോദീസായുടെ റൂഷ്മ എന്ന് പറയുന്നതും കുരിശടയാളം തന്നെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ സ്ലീബായുടെ അടയാളത്താലാണ് നമ്മൾ മാമോദീസ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ കുരിശ് പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായെയും ദ്യോതിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ ആ ചിന്ത ഉണർത്തുന്നുണ്ട്. അപ്പോൾ തൃത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് കൂടിയാണ് വിശുദ്ധ കുരിശിനെ നമ്മൾ ധ്യാനിക്കുക. അതുകൊണ്ടാണല്ലോ ആശീർവാദത്തിൽ എങ്ങനെ പറയും, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ സ്ലീബായുടെ അടയാളം. അപ്പോൾ നമ്മൾ ചുരുക്കമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, നമ്മുടെ തലമേൽ പുരോഹിതൻ കുരിശു വരയ്ക്കുമ്പോൾ, നമ്മളെ തന്നെ നമ്മൾ കുരിശു വരച്ച് വിശുദ്ധീകരിക്കുമ്പോൾ, നമ്മൾ ആ കുരിശിൻ്റെ പിന്നിലുള്ള ഈ അടയാളങ്ങളെ, ഈ പരിജ്ഞാനത്തെ നമ്മൾ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ തവണ കുരിശു വരയ്ക്കുമ്പോഴും കർത്താവിൻ്റെ ക്രൂശ് മരണം, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതുപോലെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കാനായിട്ട് നമുക്കിടയായിത്തീരട്ടെ. കുരിശ് നമുക്ക് അങ്ങനെ രക്ഷാകരമായ ഓർമ്മ, നമ്മുടെ ഓർമ്മകളെയും ചിന്തകളെയും വിശുദ്ധീകരിക്കുവാൻ കുരിശിന് കഴിയട്ടെ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും അകമേയുള്ള 5 ഇന്ദ്രിയങ്ങളെയും വിശുദ്ധീകരിക്കുവാൻ കുരിശ് എന്ന പ്രതീകത്തിന് സാധിക്കും. അതുകൊണ്ട് നമ്മൾ നെറ്റിമേൽ കുരിശടയാളം ഇടുമ്പോൾ നമ്മുടെ സർവ്വദേഹത്തെയും പ്രാണനെയും ആത്മാവിനെയുമാണ് അത് സ്പർശിക്കുന്നത്. ആ കുരിശടയാളം വരയ്ക്കുന്ന നെറ്റിമേൽ മറ്റടയാളങ്ങളൊന്നും നമ്മൾ സ്വീകരിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ പച്ച കുത്തുക, അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും അടയാളങ്ങൾ ഇടുക, ഇതെല്ലാം ഇന്ന് പിശാച് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ചെറുപ്പക്കാരായ കുട്ടികളിലെല്ലാം ഒരു ഫാഷൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ അടയാളങ്ങൾ ഇടുന്ന ഒരു പതിവ്, അത് പൈശാചികമായ ഒരു ചിന്തയാണ്, പൈശാചികമായ ഒരു പ്രവൃത്തിയാണ്. അത് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അത് വിദേശ രാജ്യങ്ങളിലും അതുപോലെ നമ്മുടെ രാജ്യത്തുമെല്ലാം അത് കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ആ അടയാളങ്ങളെല്ലാം നമ്മളെ വിശുദ്ധീകരിക്കുന്നില്ല. നമ്മെ വിശുദ്ധീകരിക്കുന്ന അടയാളം അത് മാമോദിസയുടെ റൂഷ്മയാണ്. അത് പുരോഹിതൻ നമുക്ക് തരുന്ന വാഴ്വാണ്. നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിൽ വരയ്ക്കുന്ന ആ കുരിശടയാളമാണ്. ആ മുദ്ര അദൃശ്യമായ ഒരു മുദ്രയാണ്. അത് സ്വർഗത്തിൻ്റെ ഒരു മുദ്രയാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ അടയാളമാക്കി വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ നമ്മൾ കുരിശ് വരയ്ക്കുകയും അതുപോലെ പുരോഹിതൻ നൽകുന്ന ആശീർവാദത്തെ, കുരിശടയാളത്തെയും നമ്മൾ സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. വിശുദ്ധ മദ്ബഹായിൽ നിന്നുകൊണ്ട് പുരോഹിതൻ അകലെ നിന്നുകൊണ്ടാണ് ആംഗ്യം കാണിക്കുന്നത്. ആംഗ്യത്താൽ നമ്മളെ വിശുദ്ധീകരിക്കാനായിട്ട് കുരിശിന് ശക്തിയുണ്ട്. ആ ആംഗ്യം നമ്മൾ കാണുന്നത് വഴിയായി പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കുരിശിനെ നമ്മൾ സ്പർശിക്കുന്നു. അതുപോലെ ആ കണ്ണുകൊണ്ട് കാണുന്നു, കൈകൊണ്ട് സ്പർശിക്കുന്നു, അതുപോലെ കൈകൊണ്ട് നമ്മൾ കുരിശ് വരയ്ക്കുന്നു. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവനും ഉപയോഗിച്ചുകൊണ്ട് കുരിശിനെ നമ്മൾ വന്ദിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു മുദ്രയായിട്ട് നമ്മൾ തന്നെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. നല്ലവരും കാരുണ്യവാനുമായ ദൈവമേ, കുരിശിലൂടെ അവിടുന്ന് ലോകത്തെ രക്ഷിച്ചു. കുരിശിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് പാപമോചനം നൽകി. കുരിശെന്ന അടയാളത്തിലൂടെ അവിടുന്ന് രണ്ടാമത് വരുമെന്നും, കുരിശെന്ന അടയാളം മധ്യാകാശത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോടൊപ്പം ഉയർത്തപ്പെടുവാനായിട്ട് ഞങ്ങളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മുദ്രയെ ഞങ്ങൾക്ക് നൽകുകയും അന്യദൈവ ആരാധനയിൽ നിന്നും അന്യമുദ്രകളിൽ നിന്നുമെല്ലാം ഞങ്ങൾ രക്ഷിക്കുകയും ചെയ്ത കർത്താവിന് സ്തുതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.